ചെമ്പരത്തി, കഞ്ഞണി, കച്ചാർവാഴ. കല്ലറുള്ളിയിലിട്ട് കുത്തിയാലും പ്രശ്നമില്ല, പിന്നെ അമ്മിയിലിട്ട് അരച്ചാലും പ്രശ്നമൊന്നുമില്ല, മിക്സിയിലിട്ടാലും പ്രശ്നമില്ല. ആദ്യം നമ്മൾ കഞ്ഞണി ഇട്ടു. പിന്നെ അടുത്തതായിട്ട് കറിവേപ്പിലയാണ്. വെളിച്ചെണ്ണ, തുളസി, അടുത്തത് കറിവേപ്പില, 2 ഇഞ്ചിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ കച്ചാർവാഴ. കച്ചാർവാഴ തോലൊഴിച്ച് ഇടണം. അതിൻ്റെ വെള്ളി മാത്രം ഇടുക. അടുത്തത് ചെമ്പരത്തി പൂവ്. അതിട്ടിട്ട് നന്നായി നമ്മൾ കുത്തി കൊടുക്കുക. പിന്നെ മഞ്ഞൾ ഇടുക, നന്നായി കുത്തുക. നല്ലോണം കുത്തിയിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. നമുക്ക് 1/2 ലിറ്റർ വെളിച്ചെണ്ണ മാത്രമേ വേണ്ടൂ. അതാണ് ഇത്ര കുറിച്ചെടുത്തത്. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ സാധനങ്ങൾ എടുക്കാം. നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. അടുപ്പിൽ വെക്കുമ്പോൾ ആ പാത്രത്തിന്റെ ഉള്ളിലുള്ള വെള്ളം തെച്ചും തുടച്ച് കളയണം. വെളിച്ചെണ്ണ പൊട്ടിച്ച് നമ്മൾ പാത്രത്തിൽ വയ്ക്കലാണ്. നന്നായി ചൂടാവണം കേട്ടോ. ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വീട്ടിൽ ഉണ്ടായ കൊപ്പര വാട്ടിയിട്ടാക്കിയ വെളിച്ചെണ്ണയാണ്. ഇനി നമ്മളെ നേരത്തെ ചതച്ചത് ഒക്കെ വെളിച്ചെണ്ണയിൽ ഇട്ടു കൊടുക്കാം. കൊപ്പര വെളിച്ചെണ്ണയാണ് നല്ലത്. പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ലത് കൊപ്പര വെളിച്ചെണ്ണയാണ്. നന്നായി ഇളക്കി കൊടുക്കുക. പച്ചയും മഞ്ഞയും കളർ കലർന്നതാണ് നല്ലത്. അതാണ് അതിൻ്റെ പാകം. ആ സമയം മാത്രമേ നമ്മൾ വെളിച്ചെണ്ണ എടുക്കാൻ പാടുള്ളൂ. തിളക്കുന്നുണ്ട്, നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ല മണമുണ്ട്. നോക്കണ്ട, നല്ല പച്ച കളർ. ഇപ്പൊ നന്നായിട്ട് മണത്ത് വരുന്നുണ്ട്. എന്ത് മണ അറിയോ? നല്ല മണമുണ്ട്. നിങ്ങൾ ഒരിക്കൽ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളുടെ തലക്ക് കടിയാല് മുടി കൊഴിച്ചലും താരനും ഒക്കെ പോകും. ഇത് നല്ലോണം തിളച്ച് അടുപ്പിന്ന് എടുക്കാൻ പോക്കാണ്. അടുത്ത പരിപാടി വെളിച്ചെണ്ണ അരിച്ചെടുക്കലാണ്. കട്ടയിലാണ് അരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് കുളിക്കാൻ പാടുള്ളൂ. എല്ലെങ്കിലും കുളിക്കാം.